ആം ആദ്മി പാർട്ടിയുടെ കോട്ടയം ജില്ലാ ഭാരവാഹിയുടെ, പാലാ നിയോജക മണ്ഡലം ഭാരവാഹിയുടെ, പ്രിയ വോളണ്ടിയേഴ്സ്, കളത്തൂക്കടവിലെ ഏറ്റവും നല്ലവരായ നാട്ടുകാരെ, ഈ കുംഭമാസത്തിലെ പൊരുവയിലില്ല ഇവിടെ വന്ന് ഇത്രയും പേര് നിങ്ങളോട് സംസാരിക്കുവാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നത് എന്താണെന്ന് ആദ്യമേ നിങ്ങളൊന്ന് ചിന്തിക്കുവാനായി ഒരവസരം നിങ്ങൾക്ക് നൽകുകയാണ്. ആം ആദ്മി പാർട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണക്കാരന്റെ പാർട്ടിയാണ്. സാധാരണക്കാരൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം, അവര് ജീവിക്കണം, അവരോടൊപ്പം അവന്റെ സഹോദരങ്ങളും ജീവിക്കണം. അങ്ങനെയുള്ള സാധാരണക്കാരുടെ പാർട്ടിയാണ് ആം ആദ്മി പാർട്ടി. എന്നാൽ അസാധാരണക്കാരായിട്ടുള്ള കുറെ ആളുകൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. ഈ അസാധാരണക്കാരായിട്ടുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അവരുടെ ചിന്താഗതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കും അവരുടെ മക്കൾക്കും മാത്രം ജീവിക്കണം. അതിന് വേണ്ടിയിട്ട് ഏത് കുന്നന്തറ ചെയ്യുന്നതിനും അവർക്ക് യാതൊരു മടിയില്ല. സാധാരണക്കാരന്റെ ഭാഷയെ പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ഉടായ്പ വേണമെങ്കിലും ചെയ്യുന്നതിന് അവർക്ക് മടിയില്ല. ഞാനിവിടെ പ്രധാനമായിട്ടും ഉദ്ദേശിക്കുന്നത് ഇവിടുത്തെ രാഷ്ട്രീയ പ്രവർത്തകരെയാണ്. കേരളത്തിലെ രാഷ്ട്രീയ പ്രവർത്തകരെ നമ്മളൊന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ ഇവരിൽ എത്ര പേര് ഏതെങ്കിലും തൊഴിൽ ചെയ്തിട്ടുണ്ട്? ഒരു ചെറിയ കടയെങ്കിലും വിട്ട് അവരെന്തെങ്കിലും ഒരു സേവനം നൽകിയിട്ടുണ്ടോ? ഏതെങ്കിലും ഒരു ജോലി ചെയ്തിട്ടുണ്ടോ? ഒരു ഓട്ടോറിക്ഷ എങ്കിലും ഓടിച്ച് പരിചയമുണ്ടോ? ഇതൊന്നുമില്ല. 10, 15, 16 വയസ്സ് കഴിയുമ്പോഴത്തേക്കും കൂടി ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ വാലയിൽ തൂങ്ങി അവർക്ക് വേണ്ടിയിട്ട് മാത്രം പ്രവർത്തിക്കുന്ന ഒരു സമൂഹമാണ് ഇന്ന് നമ്മളെ ഭരിക്കുന്ന ആളുകൾ. ഞാൻ പ്രധാനമായിട്ടും നിങ്ങളോട് പറയുന്നത് നമ്മുടെ മുഖ്യമന്ത്രിയെ സംബന്ധിച്ചിടത്തോളം നിങ്ങളൊന്ന് പറയാം. അത് എന്തെങ്കിലും തൊഴിൽ ചെയ്തിട്ടുണ്ടോ? ഒരു തൊഴിലും ചെയ്തതായിട്ട് ഞാൻ കാണുന്നില്ല. പക്ഷേ ഇന്ന് അദ്ദേഹത്തിന്റെ സമ്പത്തിനെ പറ്റി ഒന്ന് ചിന്തിക്കുകയാണെങ്കിൽ 10-25,000 കോടി രൂപയുടെ സമ്പത്ത് അദ്ദേഹം ഈ ചുരുങ്ങിയ കാലം കൊണ്ട് ഉണ്ടാക്കിയതായിട്ട് അറിയാം. അദ്ദേഹം പലപ്പോഴും അഭിമാനമായിട്ട് പറയാറുണ്ട്, ഞാൻ ചെത്തുകാരൻ കോരന്റെ മകനാണെന്ന്. ശരിയാണ്, അദ്ദേഹം ചെത്തുകാരൻ കോരന്റെ മകനായിക്കോട്ടെ, നമുക്ക് അതിനകത്ത് വിഷമമൊന്നുമില്ല. ഏത് തൊഴിലും മാന്യമായിട്ടുള്ള തൊഴിലാണെന്ന് വിശ്വസിക്കുന്ന കൂട്ടത്തിലാണ് നമ്മള്. അദ്ദേഹം ആ രീതിയിൽ സ്വയം ഒരിക്കലും അവതരിപ്പിക്കേണ്ട ഒരു കാര്യമില്ല. പക്ഷേ ഒരു തൊഴിലും ചെയ്യാത്ത, അതായത് വീട് തീർപ്പുകാർക്ക് പത്രം വായിച്ചു കൊടുത്ത് രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയ ഒരു വ്യക്തി എങ്ങനെ ഇത്രയും പണം ഉണ്ടാക്കി എന്നുള്ളതിനെ പറ്റി ഒരു വിശദീകരണം കൊടുക്കുവാൻ വേണ്ടിയിട്ട് ഇവിടുത്തെ ന്യായീകരണ തൊഴിലാളികളായിട്ടുള്ള ആർക്കും ഇതുവരെ സാധിച്ചിട്ടില്ല. പ്രിയപ്പെട്ടവരെ, നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. ആം ആദ്മി പാർട്ടി ആരംഭിച്ചിട്ട് വെറും 12 വർഷം മാത്രമേ ആയിട്ടുള്ളൂ. ഈ 12 വർഷം കൊണ്ട് ഡൽഹിയിൽ 3ാമത് തവണ ഈ ആം ആദ്മി പാർട്ടിയുടെ പ്രൊമോട്ടറായ, അല്ലെങ്കിൽ അതൊരു പാർട്ടിയായിട്ട് വളർത്തിയെടുത്ത ശ്രീ അരവിന്ദ് കേജ്രിവാൾ എന്ന് പറയുന്ന IAS തുല്യമായിട്ടുള്ള IRS-കാരനായിട്ടുള്ള ഉദ്യോഗസ്ഥൻ IIT ഖരഗ്പൂരിൽ നിന്നും BTech പാസ്സായി ഇന്ത്യൻ റവന്യൂ സർവീസിൽ ജോലി ചെയ്ത് അസിസ്റ്റന്റ് ഇൻകം ടാക്സ് കമ്മീഷണറായിട്ട് ജോലി ചെയ്തിരിക്കുന്ന അദ്ദേഹം ഇൻകം ടാക്സിന്റെ മേഖലകളില് രാഷ്ട്രീയക്കാരും മറ്റും നടത്തുന്ന വലിയ അഴിമതി കണ്ട് മടുത്ത് ഇതിനൊരു പരിഹാരം കണ്ടെത്തണമെന്നുള്ള ആഗ്രഹത്താല് തന്റെ ജോലി പോലും രാജിവെച്ച് ഈ രാജ്യത്തിന് വേണ്ടിയിട്ട് സേവനം ചെയ്യാൻ ഇറങ്ങിയിട്ടുള്ള ഒരു വ്യക്തിയാണ് ശ്രീ അരവിന്ദ് കേജ്രിവാൾ. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം വിശ്വസിക്കുന്നത് ഗാന്ധിയൻ പ്രിൻസിപ്പിളുകളിലാണ്. മഹാത്മാഗാന്ധി പറഞ്ഞ ഭാരതത്തിന്റെ ജീവൻ ഗ്രാമങ്ങളിലാണെന്നുള്ള ചിന്ത തന്റെ ജീവിതത്തിലെ ഒരു വലിയ പാഠമായിട്ട് എടുത്തുകൊണ്ട് അരവിന്ദ് കേജ്രിവാള് ആം ആദ്മി പാർട്ടി ആരംഭിച്ചതാണ്. ഈ ആം ആദ്മി പാർട്ടി ഇന്ന് ഒരു വലിയ ശക്തിയായിട്ട് ഇന്ത്യയിലെ 2 പ്രധാന പാർട്ടികൾക്ക് ശേഷം, 2 മുത്തശ്ശി പാർട്ടികൾക്ക് ശേഷം ഏറ്റവും വലിയ പാർട്ടിയായിട്ട് ഈ 12 വർഷം കൊണ്ട് വളർന്നിട്ടുണ്ടെങ്കിൽ
അതിന്റെ അടിസ്ഥാനം ഉറച്ചതാണ്, അതിന്റെ ലക്ഷ്യം നല്ലതാണ്, അതിന് ഈ ജനങ്ങളെ സ്വാധീനിക്കാൻ സാധിക്കുമെന്നുള്ള ആ സത്യ വിശ്വാസത്തിലാണ് അദ്ദേഹം ആ കാര്യങ്ങൾ ചെയ്തതും ഈ 12 വർഷം കൊണ്ട് ഈ രാഷ്ട്രീയ പാർട്ടി കേരളത്തിലെ ഇന്ത്യയിലെ ഒരു വലിയ രാഷ്ട്രീയ പാർട്ടിയായിട്ട് മാറുവാൻ സാധിച്ചത്. പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മുടെ ജനാധിപത്യം വലിയ അപകടത്തിലാണെന്നുള്ള സത്യം നമ്മൾ തിരിച്ചറിയണം. ജനാധിപത്യത്തിന്റെ നെടുംതൂണുകളായിട്ടുള്ള ഫോർത്ത് എസ്റ്റേറ്റ് നമ്മൾ വിളിക്കുന്ന പത്രം, ഏറ്റവും പ്രധാനമായിട്ടുള്ള നമ്മുടെ ജുഡീഷ്യൽ സിസ്റ്റം, അതോടൊപ്പം തന്നെ നമ്മുടെ അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റം, ഇലക്ഷൻ കമ്മീഷൻ, ഇവയെല്ലാം ഇന്ന് അഴിമതി നിറഞ്ഞിരിക്കുന്നതും BJP എന്ന രാഷ്ട്രീയ പാർട്ടിയുടെ അടിമകളായിട്ട് ജീവിക്കുന്നവരുമാണ്. ഏതെങ്കിലും ഒരു പത്രക്കാരൻ ഇന്നത്തെ രാഷ്ട്രീയ പാർട്ടിയായ ഭരണകക്ഷിയായ BJPക്കെതിരെ ഒരു അക്ഷരം പറഞ്ഞാൽ പിറ്റേ ദിവസം തന്നെ EDയുടെ പരിശോധന അവിടെ വരികയും അവരെ പിടിച്ച് അകത്തിടുകയും പിന്നെ അകത്ത് കിടക്കുന്നവന്റെ ഉത്തരവാദിത്വമാണ് അവൻ നിരപരാധിയാണെന്ന് തെളിയിക്കേണ്ടതുമായിട്ടുള്ള സാഹചര്യം ഇവിടെ വന്നിരിക്കുകയാണ്. അതുകൊണ്ട് ഇന്ന് ഒരു പത്രം പോലും ഇവിടുത്തെ പ്രധാന രാഷ്ട്രീയ പാർട്ടി ഭരണകക്ഷിയായിട്ടുള്ള BJPക്കെതിരായിട്ടൊരു അക്ഷരം പോലും എഴുതുന്നില്ല എന്നുള്ള സത്യം നമ്മൾക്ക് അറിയുന്നില്ല. ഇന്ന് നിങ്ങൾ മനസ്സിലാക്കുക, നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്, നമ്മുടെ ജനാധിപത്യം ഇന്ന് ഇതേ രീതിയിൽ തുറന്നു പോവുകയാണെങ്കിൽ ഈ ഒരു തെരഞ്ഞെടുപ്പോടുകൂടി ശ്രീ മോഡി അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ ഇവിടെ വീണ്ടും ഒരു ഇലക്ഷൻ നടക്കുമോ എന്ന് പോലും നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു. കാരണം കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻഡ് ചെയ്ത് എന്ത് വേണമെങ്കിലും ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇലക്ഷൻ കമ്മീഷനെ സ്വാധീനിച്ചുകൊണ്ട് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ വോട്ടുകൾ നമ്മൾ ചെയ്താലും BJPയുടെ താമര ചിഹ്നത്തിന് വോട്ട് വീഴുന്ന രീതിയിൽ സംവിധാനങ്ങൾ ഒരുക്കുവാൻ വേണ്ടിയിട്ട് സംവിധാനങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ നമ്മൾ ചെയ്യുന്ന വോട്ടുകൾ ജനാധിപത്യത്തിന് സപ്പോർട്ട് ചെയ്യപ്പെടുമെന്ന് നമുക്ക് ഒരിക്കലും വിശ്വസിക്കാൻ പറ്റുകയില്ല. അങ്ങനെ വീണ്ടും അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ സ്വാതന്ത്ര്യം നമുക്ക് ബ്രിട്ടീഷുകാർക്ക് ലഭിച്ചുകൊണ്ടിരുന്ന ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന സ്വാതന്ത്ര്യം പോലും ലഭിക്കുകയില്ല എന്നുള്ള കാര്യം നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവരാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുന്നു. വർഗീയമായിട്ട് ചേരിതിരിവ് സൃഷ്ടിച്ചുകൊണ്ട് അധികാരം പിടിച്ചെടുത്തുകൊണ്ട് അദാനി അംബാനി മുതലാളിമാർക്ക് വേണ്ടിയിട്ട് എന്തും ചെയ്യുവാൻ വേണ്ടിയിട്ട് തയ്യാറായിട്ടുള്ള ഒരു വ്യക്തിയാണ് ശ്രീ മോഡി. 2014 ഇലക്ഷനിൽ അദാനി മോദിക്ക് വേണ്ടി മുടക്കിയത് 10,000 കോടി രൂപയാണ്. 2018 നോട്ട് നിരോധനം നടത്തുന്ന സമയത്ത് 1,55,000 കോടി രൂപയുടെ 2000-ന്റെ 500-ന്റെ നോട്ടുകൾ അടിച്ചു വെച്ച് അത് ബോംബെയിലേക്ക് കൊണ്ടുവന്നിട്ടാണ് നോട്ട് നിരോധനം നടത്തിയത് എന്നുള്ള സത്യം കോൺഗ്രസ് പുറത്തു കൊണ്ടുവന്നു കഴിഞ്ഞപ്പോൾ അത് റിപ്പോർട്ട് ചെയ്ത് NDTV എന്ന് പറയുന്ന ഒരൊറ്റ മാധ്യമം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആ NDTVയുടെ എഡിറ്ററെ പിടിച്ച് അറസ്റ്റ് ചെയ്ത് ഇന്ന് NDTVയുടെ ഷെയറുകൾ മുഴുവൻ അദാനി എന്ന വ്യക്തിയുടെ കയ്യിലേക്ക് കിട്ടിയിരിക്കുകയും അയാൾ ഇപ്പോൾ NDTV എന്ന് പറയുന്ന ആ ടെലിവിഷൻ ശൃംഖലയെ അദ്ദേഹം സ്വന്തമാക്കിയിരിക്കുകയും ചെയ്യാണ്. അതാണ് കേന്ദ്രത്തിലെ സ്ഥിതിവിശേഷം. അതോടൊപ്പം കേരളത്തിലെ സ്ഥിതിവിശേഷങ്ങൾ നിങ്ങളുടെ മുമ്പിൽ ഒന്ന് കൊണ്ടുവരുവാൻ വേണ്ടി ആഗ്രഹിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഇന്ന് 4.5 ലക്ഷം കോടി രൂപയുടെ കടക്കാരാണ് നമ്മളെല്ലാവരും. ഓരോ വ്യക്തിയും ഏകദേശം 1,4 ലക്ഷം രൂപയുടെ കടക്കാരായിട്ട് ഇവിടെ ജീവിക്കുകയാണ്. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. 1947 സ്വാതന്ത്ര്യം ലഭിച്ചപ്പോൾ ഈ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ധാരാളം ഫാക്ടറികൾ ഉണ്ടായിരുന്നു. അതിനുശേഷം 57 EMSന്റെ ഭരണകാലം വന്ന അന്ന് മുതൽ നമ്മൾക്കറിയാം ഇവിടെ സംഭവിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ ഫാക്ടറിയുടെ മുമ്പില് ചുമല കൊടികുത്തി ആ ഫാക്ടറി മുഴുവൻ അടച്ച് ഇവിടുന്ന് ആളുകൾ കുറ്റിയും പറിച്ചുകൊണ്ട് തമിഴ്നാട്ടിലേക്കും കർണാടകത്തിലേക്കും ആന്ധ്രാപ്രദേശിലേക്കും ഒക്കെ പോയതിന്റെ സ്ഥിതിവിശേഷമായിട്ട്
ഇവിടെ നമ്മുടെ ആൾക്കാർക്ക് യാതൊരു തൊഴിലുമില്ലാത്തൊരു സാഹചര്യം ഉണ്ടായി. അത് മാത്രമല്ല, പുതിയ ഭരണക്രമത്തില് ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് പിരിക്കുന്നതിന് വേണ്ടിയിട്ട് കേരളം പിരിക്കുന്നുണ്ടെങ്കിലും ആ പണത്തിന്റെ 50% കേന്ദ്ര ഗവൺമെന്റ് കൊണ്ടുപോവുകയും ബാക്കിയുള്ള 40% ഏത് സംസ്ഥാനത്താണോ ഈ ഉൽപാദനം നടത്തിയിരിക്കുന്നത് ആ ഉൽപാദക സംസ്ഥാനത്തിന് കിട്ടുകയും ചെയ്ത സാഹചര്യത്തില് കേരളത്തിന് കിട്ടുന്ന വെറും 10% നക്കാപ്പിച്ച മാത്രമാണ്. ഈ നക്കാപ്പിച്ച കിട്ടുന്നത് കൊണ്ട് ഇത്രയും കാലം എന്ന് പറഞ്ഞതിൽ വ്യത്യസ്തമായിട്ട് 2018 GST ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോഴത്തേക്കും കൂടി നമ്മൾക്ക് ലഭിച്ചുകൊണ്ടിരുന്ന വരുമാനത്തിൽ ഓരോ ദിവസവും കുറവ് വന്നുകൊണ്ടിരുന്നു. ആ കുറവ് കൊണ്ട് വന്നുകൊണ്ടിരുന്നത് കേന്ദ്ര ഗവൺമെന്റ് നമുക്ക് കോമ്പൻസേഷൻ ആയിട്ട് കുറെ കാലം തന്നു. ഇന്ന് കോമ്പൻസേഷൻ നിന്നു പോയത് കൊണ്ട് കേരള ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം വരുമാനമില്ല. ഈ സാഹചര്യം ആരുണ്ടാക്കിയതാണ്? ഈ സാഹചര്യം ഇവിടെ ഭരിച്ചുകൊണ്ടിരുന്ന ഇടത്തും വലതും അല്ലെങ്കിൽ LDF UDF അതിനൊത്താശ ചെയ്തു കൊടുക്കുന്ന BJPയുടെയും പ്രവർത്തനത്തിന്റെ ഫലമായിട്ടാണ് നമ്മുടെ സംസ്ഥാനത്ത് ഇന്ന് ഇത്രയും സാമ്പത്തികമായിട്ടുള്ള ദുരിതത്തിലേക്ക് എത്തിയിരിക്കുന്നത്. ഇന്ന് 7 മാസമായിട്ട് 1600 രൂപ വീതം ഇവിടെ സാധാരണക്കാരായിട്ടുള്ള 60 വയസ്സിന് ശേഷം പ്രായമുള്ള കൃഷിക്കാർക്ക് വിധവകൾക്ക് കിട്ടിക്കൊണ്ടിരുന്ന 1600 രൂപ കൊടുക്കുവാൻ 7 മാസമായിട്ട് നമ്മുടെ ഈ സംസ്ഥാനത്തിന് സാധിച്ചിട്ടില്ല. ഈ മാസത്തെ ശമ്പളം 6 ദിവസം കൊണ്ടാണ് ഈ കേരള ഗവൺമെന്റ് കൊടുത്തത്. അതിനുശേഷം അവര് പോയി കേന്ദ്രത്തില് സുപ്രീം കോടതിയിൽ ഒരു കേസ് ഫയൽ ചെയ്തു. എന്തിനു വേണ്ടിയിട്ടാ? കേന്ദ്ര ഗവൺമെന്റിന്റെ അനുവാദം വാങ്ങിക്കാൻ വേണ്ടിയിട്ട്. എന്തിനാ? 16,000 കോടി രൂപ വായ്പ എടുക്കുവാൻ വേണ്ടിയിട്ട്. പ്രിയപ്പെട്ടവരെ, നമ്മളൊരു കാര്യം മനസ്സിലാക്കുക. ഒരു സാധാരണ കുടുംബത്തില് അധ്വാനിക്കേണ്ടവർ അധ്വാനിക്കാതിരുന്നു കഴിഞ്ഞാൽ കുടുംബത്തിൽ വരുമാനം ഉണ്ടാവുകയില്ല. അങ്ങനെയുള്ള ഒരു കുടുംബം നിലനിൽക്കണമെന്നുണ്ടെങ്കിൽ ആ കുടുംബത്തിന്റെ ഏക ആശ്രയം എന്ന് പറയുന്നത് മറ്റുള്ളവരുടെ കടം മേടിക്കുക എന്നുള്ളതാണ്. എത്ര കാലം ആ കുടുംബം കടം മേടിച്ച് മുന്നോട്ട് പോകാൻ പറ്റുമെന്നുള്ള കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഉൽപാദനം ഉണ്ടാകേണ്ടടുത്ത് ഉൽപാദനം ഉണ്ടാകേണ്ടിയിരിക്കുന്നു. ഉൽപാദനം ഉണ്ടാകേണ്ടതായിട്ടുള്ള എല്ലാ സർവ സാഹചര്യങ്ങളും സമരം ചെയ്ത് അതും ചെങ്കടി കൊണ്ടുപോയി കുത്തി അതെല്ലാം പൂട്ടിച്ച് അവിടെ ഉണ്ടായിരുന്ന തൊഴിലാളികളെ എല്ലാവരെയും ഭക്ഷണിക്കിരയാക്കിയ ഒരു രാഷ്ട്രീയ പാർട്ടി ഉണ്ടെങ്കിൽ അത് മാർക്സിസ്റ്റ് പാർട്ടി മാത്രമാണെന്ന് പ്രത്യേകമായിട്ട് പറയേണ്ടിയിരിക്കുന്നു. നിങ്ങൾ നോക്കുക, ലോകത്തിൽ എവിടെയെങ്കിലും മാർക്സിസ്റ്റ് പാർട്ടി അധികാരത്തിൽ വന്നിട്ടുണ്ടോ അവിടെയെല്ലാം ദാരിദ്ര്യത്തിന്റെ അവസ്ഥയിലേക്ക് വന്നിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഇന്ന് നമുക്ക് തൊഴിലാളികളെ ലഭിക്കുന്നത് ബംഗാളിൽ നിന്നാണ്. 32 വർഷം തുടർച്ചയായിട്ട് ബംഗാള് ഭരിച്ച് മുടിച്ച് അവിടുത്തെ ആളുകൾ ഇവിടെ തൊഴിലിന് വേണ്ടിയിട്ട് നമ്മുടെ ഇവിടെ വന്ന് നിരങ്ങുന്നുണ്ടെങ്കിൽ ഈ ഭരണം തുറന്നു പോയി കഴിഞ്ഞാൽ 10-15 വർഷം ഈ ഭരണം ഇവിടെ തുടർന്നാൽ ഇവിടുത്തെ ആളുകള് ബംഗാളിലേക്ക് പോയിട്ട് കാര്യമില്ലാത്തതുകൊണ്ട് വല്ല ഗൾഫ് നാടുകളിലോ അമേരിക്കയിലോ യൂറോപ്പിലോ ഒക്കെ പോയിട്ട് അവിടെയുള്ള ആളുകളുടെ ഹോട്ടലുകളിലെ പാത്രം കഴുകി നമ്മുടെ യുവാക്കള്, അത് MTechഉം MComഉം ഒക്കെ പാസ്സായിരിക്കുന്നവര് അവിടെ പോയി പാത്രം കഴുകി ജീവിക്കേണ്ടതായിട്ടുള്ള സാഹചര്യം ഉണ്ടായിരിക്കുന്നു. എന്തിനു വേണ്ടിയിട്ടാണ് ഈ സാഹചര്യം ഉണ്ടാക്കുന്നത്? ഒരിക്കൽ പോലും ഒരു സ്റ്റേറ്റ് രക്ഷപ്പെടരുതെന്ന് ചിന്തിക്കുന്ന ഒരു പാർട്ടിയാണ് മാർക്സിസ്റ്റ് പാർട്ടി എന്ന് പറയാതിരിക്കാൻ പറ്റത്തില്ല. കാരണം ഈ പാർട്ടിക്ക് അരാജകത്വത്തിൽ മാത്രമേ വളരുവാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ടുള്ള തൊഴിൽ മേഖല മുഴുവൻ മുടിച്ചു തേച്ച് കഴുകി തൊഴിൽ അവസരങ്ങൾ നഷ്ടപ്പെടുത്തി ഇവിടുത്തെ ജനങ്ങളെ ഒരു കോളനി സംസ്കാരത്തിലേക്ക് കൊണ്ടുവരിക, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വെട്ടും കുത്തും നടത്തി അവർ ജീവിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയും അവിടെ തഴച്ചുകൊള്ളാൻ ശ്രമിക്കുന്ന ഒരു പാർട്ടിയാണ് മാർക്സിസ്റ്റ് പാർട്ടി എന്ന് പറയാതിരിക്കാൻ പറ്റത്തില്ല. ഇന്ന് കേരളത്തിലെ യുവാക്കളില് നല്ലൊരു ശതമാനം ഇവരുടെ ഈ പാർട്ടിയുടെ നേതാക്കന്മാര് വഴിയായിട്ട് ഉണ്ടായിരിക്കുന്ന SFI എന്ന പാർട്ടിയുടെ SFI എന്ന് പറയുന്ന വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന്റെ പരിശ്രമ ഫലമായിട്ട് ഇവിടെ ലഹരി മരുന്നുകളുടെ വിതരണം വ്യാപകമായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവർക്ക് ഈ സംരക്ഷണം മുഴുവൻ കൊടുക്കുന്നത് ഈ മാർക്സിസ്റ്റ് പാർട്ടിയാണെന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. ഹോസ്റ്റലുകളിലൊക്കെ
നമ്മൾ വിചാരിക്കുന്നതുകൊണ്ട് കുഞ്ഞുങ്ങളെ SFI ഭരിക്കുന്ന ഒരു ഹോസ്റ്റലിലേക്കോ ഒരു കോളേജിലേക്കോ വിട്ടുകഴിഞ്ഞാൽ അവര് ലഹരിക്ക് അടിമയായിട്ട് ആ കുഞ്ഞുങ്ങൾ മാറുന്നതിന് അധിക താമസമൊന്നും വരികയില്ല. കാരണം യുവാക്കളെ സംബന്ധിച്ചിടത്തോളം ലക്ഷ്യബോധത്തോടുകൂടി ജീവിക്കുവാൻ വേണ്ടിയിട്ട് താല്പര്യമുള്ള യുവാക്കളെ അവരുടെ ലക്ഷ്യത്തിൽ നിന്ന് പിന്തിരിപ്പിച്ച് അവരെ മയക്കുമരുന്നിനും മദ്യത്തിനും അടിമകളാക്കി പാർട്ടിയുടെ അടിമകളാക്കി മാറ്റുവാൻ വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന ഒരു സമൂഹമാണ് ഇന്ന് SFIയുടെ നേതാക്കൾ. ഉദാഹരണത്തിന് ഞാൻ പറയുകയാണ്, SFIയുടെ നേതാവ് ഇവിടെ കേരളത്തിലെ നേതാവ് എന്ന് പറയുന്നത് ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിന്റെ പേരിൽ തന്നെ 40-ൽ പരം ക്രിമിനൽ കേസുകൾ ഉണ്ട് എന്ന് പറയുമ്പോൾ ഈ വ്യക്തി നയിക്കുന്ന ഒരു പ്രസ്ഥാനം എങ്ങനെ ഒരു പുതിയ തലമുറയെ സൃഷ്ടിക്കുമെന്നുള്ള കാര്യം നിങ്ങൾ ആലോചിച്ച് നോക്കുക. അതൊരിക്കലും സാധിക്കുകയില്ല. ഇന്ന് ഇടതുപക്ഷവും വലതുപക്ഷവും BJPയും പരസ്പരം പുറംചൊറിയൽ സഹകരണ സംഘങ്ങളായിട്ട് മാറിയിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നമുക്കറിയാം മാസപ്പടി എന്ന് പറയുന്ന സംഭവം. മാസപ്പടിയില് 40,000 കോടി രൂപയുടെ കരിമണലാണ് 2018 ശേഷം 2018 വെള്ളപ്പൊക്കത്തിന് ശേഷം മാസപ്പടിയുടെ നേതാവ് ഈ കരിമണൽ കമ്പനിക്ക് വേണ്ടിയിട്ട് കരിമണൽ കർത്താവിന് വേണ്ടിയിട്ട് മാറ്റിയിരിക്കുന്നത്. ഈ 40,000 കോടി രൂപയിൽ നിന്നും അതിന്റെ അകത്ത് ഒരു 20,000 കോടി രൂപയെങ്കിലും ലാഭം ഉണ്ടാക്കിയിട്ടുള്ള കാര്യത്തിന്റെ അത് സംശയമില്ല. ഈ പണം ആർക്ക് പോകുന്നു? ഈ പണം ഇവിടുത്തെ രാഷ്ട്രീയ നേതാക്കന്മാർക്ക് മാത്രമാണ് പോകുന്നത്. അതുകൊണ്ട് ഞാൻ ആദ്യമേ സൂചിപ്പിച്ച ഒരു കാര്യമുണ്ട്. തൊഴിൽ ചെയ്യാതെ ജീവിക്കുന്ന രാഷ്ട്രീയ പ്രവർത്തകരെ ചൂലുകൊണ്ടടിച്ച് അറബിക്കടലിൽ തള്ളിക്കളയുവാൻ വേണ്ടിയിട്ടാണ് ആം ആദ്മി പാർട്ടി എന്ന പാർട്ടി ഇവിടെ ഭരണത്തിന് വരാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, അധ്വാനിക്കാതെ മറ്റുള്ളവരെ ഇത്തിൽ കണ്ണികളായിട്ട് ജീവിക്കുന്ന പാർട്ടി പ്രവർത്തകരെ നമ്മള് മാറ്റി സ്വന്തമായിട്ട് ജീവിക്കുവാൻ വേണ്ടിയിട്ടുള്ള ഏതെങ്കിലും ഒരു വഴിയുള്ള വ്യക്തി രാഷ്ട്രീയ പ്രവർത്തനത്തിൽ വന്നു കഴിഞ്ഞാൽ മറ്റുള്ളവരിൽ നിന്ന് കൈക്കൂലി വാങ്ങിക്കാതെ നടുവ് നിവർത്തി അവന് രാഷ്ട്രീയ പ്രവർത്തനം ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. അങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള ഒരു രാഷ്ട്രീയ സംസ്കാരം ഇവിടെ കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടാണ് ആം ആദ്മി പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള നവരാഷ്ട്രീയ സന്ദേശ യാത്ര ഈ പൊരിവെയിലത്ത് നിങ്ങളുടെ അടുക്കിലേക്ക് ഞങ്ങൾ വന്നിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ സഹകരിച്ചാൽ മാറ്റം സാധ്യമാണ്. പ്രിയപ്പെട്ടവരെ, നമ്മൾ ആരും പ്രതീക്ഷിക്കരുത് നമ്മളുടെ ഒരു കുടുംബം നന്നായിട്ട് മുന്നോട്ട് പോകുന്നുണ്ടെങ്കിൽ കുടുംബനാഥനും നാഥയും നന്നായിട്ട് അധ്വാനിച്ചെങ്കിൽ മാത്രമേ ആ കുടുംബം നന്നായിട്ട് മുന്നോട്ട് പോവുകയുള്ളൂ. അതുപോലെ തന്നെ ഈ രാജ്യം നന്നായിട്ട് പോകണമെന്നുണ്ടെങ്കിൽ ഈ രാജ്യത്തിലെ ഓരോ വ്യക്തിയും രാഷ്ട്രീയ പ്രവർത്തനത്തിൽ ഇറങ്ങിയേ പറ്റൂ. നമ്മൾ അടിമകളായിട്ട് ആ ഓരോ രാഷ്ട്രീയക്കാരനും എന്ന് പറയുമ്പോൾ നമ്മൾ പോയി വോട്ട് ചെയ്തതിന്റെ പേരിൽ നമ്മൾക്ക് ഒരിക്കലും ഇവരെല്ലാവരും നന്മ പൊതിഞ്ഞു കെട്ടിക്കൊണ്ടേ തരുമെന്ന് നിങ്ങൾ ആരും പ്രതീക്ഷിക്കരുത്. അതുകൊണ്ട് രാഷ്ട്രീയ പ്രവർത്തനത്തിൽ നിന്നും മാറി നിന്നിരുന്ന ഒരു സമൂഹം 60-ഉം 65-ഉം വയസ്സായിട്ട് തൊഴിലിൽ നിന്നൊക്കെ റിട്ടയർ ചെയ്ത് സുഖലോലുപരായിട്ട് ജീവിക്കാൻ പറ്റുന്ന സാഹചര്യമുള്ളവരിലെ സത്യസന്ധരും നീതിമാന്മാരുമായിട്ടുള്ള ഏതാനും വ്യക്തികൾ ഒരുമിച്ച് കൂടി ഈ രാഷ്ട്രീയ പാർട്ടിയുടെ നവസന്ദേശയാത്ര നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവരികയാണ്. പ്രിയപ്പെട്ടവരെ, നിങ്ങളെ പരിചയപ്പെടുത്തുവാൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കുന്നു. പാലാ നിയോജക മണ്ഡലം പ്രസിഡന്റ് ആയിട്ടിരിക്കുന്നത് ഒരു ഡെപ്യൂട്ടി ഇൻസ്പെക്ടർ ജനറൽ ആയിട്ട് കേന്ദ്ര ഗവൺമെന്റിൽ ജോലി ചെയ്തൊരു പോലീസ് ഉദ്യോഗസ്ഥനാണ്. കോട്ടയം ജില്ലയുടെ പ്രസിഡന്റ് അതേ സമൂഹത്തിൽ തന്നെ DSP ആയിട്ട് ഡൽഹിയിൽ ജോലി ചെയ്തിരുന്ന വ്യക്തിയാണ്. ഇവർക്കെല്ലാം ഡൽഹിയിലെ കാര്യങ്ങൾ നന്നായിട്ട് അറിയാം. അവരതുകൊണ്ടാണ് അങ്ങനെയുള്ള വ്യക്തികളുടെ ഒരു സമൂഹം. അതുപോലെ ബാങ്കിൽ നിന്നും റിട്ടയർ ചെയ്തവര്, മറ്റേതെങ്കിലും തൊഴിൽ നിന്ന് റിട്ടയർ ചെയ്തവര്, അവരുടെ സമ്പത്ത് ഇപ്പോൾ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഈ പ്രവർത്തനം നടത്തുന്നതിനൊന്നും ആരോടും ഞങ്ങൾ ഒരു പൈസ പോലും വാങ്ങിക്കുന്നില്ല. ഈ പ്രവർത്തനം നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള പണം മുഴുവൻ ഞങ്ങളുടെ ഓരോരുത്തരുടെയും പോക്കറ്റിൽ നിന്ന് എടുത്തിട്ടാണ് ഞങ്ങൾ ഈ പ്രവർത്തനം നടത്തുന്നത്. എന്തിനു വേണ്ടിയിട്ട്? ഈ രാജ്യം നശിച്ചു പോകാതിരിക്കാൻ വേണ്ടിയിട്ട്. ഈ കേരളം ഏറ്റവും സുന്ദരമായിട്ടുള്ള സ്ഥലമാണ്. ലോകത്തിൽ സഞ്ചരിച്ചിരിക്കുന്ന എല്ലാവരും പറയുന്ന ഒരു കാര്യമുണ്ട്, 12 മണിക്കൂർ പകലും 12 മണിക്കൂർ രാത്രിയുമുള്ള ഒരു നല്ല സ്ഥലമാണ് ഈ കേരളം. അതുപോലെ ഈ കേരളത്തിന്റെ ഒരു സൈഡ് മുഴുവൻ നമുക്ക് തീരപ്രദേശമാണെങ്കിൽ ഒരു വശം മുഴുവൻ നമുക്ക് മലമ്പ്രദേശമാണ്. ടൂറിസത്തിന് ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള ഒരു സ്ഥലം.
ഇൻഫോർമേഷൻ ടെക്നോളജിക്ക് ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള സ്ഥലം. ഇത്രയും സാധ്യതയുള്ള സ്ഥലത്തെ ഇത്രയും മോശമായിട്ടുള്ള ഒരു സ്റ്റേറ്റ് ആയിട്ട് മാറ്റണമെന്നുണ്ടെങ്കിൽ ഇന്നത്തെ രാഷ്ട്രീയ പാർട്ടികൾക്ക് മാത്രമേ പറ്റുകയുള്ളൂ. ഇതിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഒരു നല്ല സംസ്ഥാനമായിട്ട് നമ്മുടെ കുട്ടികൾക്ക് ഇവിടെ ജീവിക്കുവാൻ, നമ്മൾ പൊന്നുപോലെ നോക്കിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ കുട്ടികള് വിദേശത്ത് പോയി അടിമപ്പണി ചെയ്ത് ജീവിക്കുന്നുള്ള സാഹചര്യം മാറ്റിയിട്ട് ഇവിടെ തന്നെ അവർക്ക് ജീവിക്കുവാൻ വേണ്ടിയുള്ള സാഹചര്യം സൃഷ്ടിക്കുവാൻ വേണ്ടിയിട്ടാണ് ഈ ആം ആദ്മി പാർട്ടിയും ഈ പാർട്ടിയെ ഞങ്ങളുടെ ഹൃദയത്തിലേറ്റിക്കൊണ്ട് ഈ പൊരുവയലത്ത് നിങ്ങളുടെ അടുക്കൽ വന്നിരിക്കുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ആം ആദ്മി പാർട്ടിയുടെ അനുഭാവികളും ആം ആദ്മി പാർട്ടിയുടെ മെമ്പേഴ്സും ആം ആദ്മി പാർട്ടിയുടെ വോളണ്ടിയേഴ്സുമായിട്ട് മാറിയാൽ നമുക്കൊരു നവകേരളം സൃഷ്ടിക്കാം. എല്ലാവർക്കും നന്നായിട്ട് ജീവിക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ റിസോഴ്സസുകളും ഇവിടെയുണ്ട്. ആ റിസോഴ്സുകൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്കെല്ലാവർക്കും ഒരു നല്ല ക്ഷേമ രാഷ്ട്രം കെട്ടിപ്പടുക്കുവാൻ വേണ്ടിയിട്ടുള്ള അവസരമുണ്ടെന്ന് നിങ്ങളെല്ലാവരും ഓർമ്മിപ്പിച്ചുകൊണ്ട് ഒരുമിച്ച് നിന്ന് പ്രവർത്തിക്കുവാൻ വേണ്ടിയിട്ട് ആഹ്വാനം ചെയ്തുകൊണ്ട് ഇതിനൊരു അവസരം തന്ന എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകളെ അവസാനിപ്പിക്കുന്നു. ജയ് ആം ആദ്മി പാർട്ടി, ജയ് ഹിന്ദ്.